പെരുന്നാൾ വ്ലോഗ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയെന്നറിയാം. എന്നാലും കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ തന്നെ മാമി ദേ ഉറട്ടിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സവാളയുടെ തൊലിയൊക്കെ പൊളിച്ചിട്ട് കൊച്ചുള്ളിയും ചെറിയുള്ളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവരോട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ദേ നേരെ ബിരിയാണി പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നേ. വീഡിയോസൊക്കെ ഞാൻ പോലും അറിയാതെ മിച്ചം എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഒരു ദിവസം നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. ആ ടൈം പുള്ളിക്കാരൻ നല്ലോണം മുതലാക്കി. എന്നാലും കുഴപ്പമില്ല, നല്ലതല്ല എന്തായാലും എന്തൊക്കെയോ തലതിരിച്ച വീഡിയോ ഒക്കെ കണ്ട് പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ചൊരുങ്ങി നല്ല അടിപൊളിയായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. നമ്മൾ ആ ടൈമിൽ ബിരിയാണിയും ഉണ്ടാക്കി ഏകദേശം ദേ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ദേ എൻ്റെ ഉമ്മച്ചിമാരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അവിടെ സദ്യ ആയിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇത് ഇശലല്ല, നമ്മുടെ ഹൈസു ബേബിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹൈസു ബേബിയുടെ കൂടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇതെല്ലാം മിച്ചം എടുത്തതാണ് കേട്ടോ. ഇത് ഞാൻ പോലും അറിയാതെ മിച്ചം എടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ഒരു കല്യാണത്തിൻ്റെ പ്രതീതി ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി സത്യം പറഞ്ഞാൽ ഒരു പെരുന്നാളോ അല്ലെങ്കിൽ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു മരണം, ഇതിലല്ലാതെ വേറെ ആരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനേ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ആ കിട്ടുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും അന്ന്. അത് നമുക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ ഒരു ഉത്സവം പോലെ തന്നെ ആയിരിക്കും. രാത്രിയിലത്തേക്ക് ഫുഡ് തികയാത്തതുകൊണ്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചപ്പാത്തിയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ഫുഡടി എല്ലാം കഴിഞ്ഞായിരുന്നു കേട്ടോ. ഫുഡടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 ദിവസം നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്ന അത്രയും നമ്മളെല്ലാം അന്നത്തെ ദിവസം കഴിച്ച് നമ്മൾ വയറ് ഫുൾ ലോഡാക്കി വെച്ചിട്ടായിരിക്കും അന്ന് കിടക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡടിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ടെറസിൻ്റെ മുകളിൽ പോയിരുന്ന് എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് പാതിരാത്രി 2 മണി വരെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേട്ടോ.